ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. പൊങ്കാല മഹോത്സവ സ്ഥലത്ത് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഉമേഷ് ബാലകൃഷ്ണൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. പറയൂ ഉമേഷ്. എസ്കെൻ ആറ്റുകാൽ ക്ഷേത്രത്തിനോടൊപ്പം ചേർന്നുള്ള കാർത്തിക ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ വകയാണ് അന്നദാനം. ഇന്ന് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം അദ്ദേഹം നേർച്ചയായി നൽകുന്നു. അതിന്റെ ക്രമീകരണങ്ങൾ പരിശോധിക്കാനാണ് സുരേഷ് ഗോപി രാവിലെ തന്നെ ഇവിടെ എത്തിയത്. ആദ്യം രാവിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ പോയി ആശാ വർക്കേഴ്സിനെ ഐക്യദാർഢ്യം അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിലേക്ക് എത്താതെ നേരെ എത്തിയത് കാർത്തിക ഓഡിറ്റോറിയത്തിലേക്കാണ്. കാർത്തിക ഓഡിറ്റോറിയത്തിലെത്തി ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള അന്നദാനത്തിന്റെ ക്രമീകരണങ്ങൾ അദ്ദേഹം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ക്ഷേത്ര ദർശനം അടക്കം നടത്തുക. എല്ലാ വർഷവും ഈ ആറ്റുകാൽ പൊങ്കാലയിൽ വീട്ടിൽ ഭാര്യയ്ക്കൊപ്പം പൊങ്കാലയിടുന്ന ആൾ കൂടിയാണ് സുരേഷ് ഗോപി. അത്തരത്തിൽ ആറ്റുകാൽ അമ്മയുടെ വലിയ ഭക്തൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും കേന്ദ്രമന്ത്രി ആയ ശേഷമുള്ള ആദ്യ ഒരു പൊങ്കാല ദിവസത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും ആ ഒരു കാത്തിരിപ്പ്, അതായത് ഈ അന്നദാന ചടങ്ങുകളുണ്ട്, അന്നദാന ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള പൂജാ കർമ്മങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ ആ പൂജാകർമ്മങ്ങൾ തുടങ്ങുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ പൂജയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഈ കാർത്തിക ഓഡിറ്റോറിയത്തിൽ ഈ അന്നദാനത്തിന് മുന്നോടിയായിട്ടുള്ള പൂജാ കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹം ക്ഷേത്ര ദർശനവും നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം പോകുക. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. എന്തായാലും എല്ലാ ആറ്റുകാൽ പൊങ്കാല ദിവസവും വീട്ടിൽ പൊങ്കാലയിട്ട് ആറ്റുകാൽ ദേവിക്കുള്ള പൊങ്കാല നിവേദ്യവും നടത്തുന്ന ഒരാളാണ്. ആ ഒരു ചടങ്ങുകൾക്കൊപ്പം നിൽക്കുന്ന ആളാണ്. അതിനോടൊപ്പമാണ് കേന്ദ്രമന്ത്രിയായ ശേഷം ഭക്തർക്കുള്ള ആ ഒരു അന്നദാന ചടങ്ങ് കൂടി, അന്നദാനം അന്നദാനം നൽകുക എന്നുള്ളത് ഒരു ഭക്തർക്കുള്ള അന്നദാനം നൽകുക എന്നുള്ളത് ഒരു ചടങ്ങിൻ്റെ കൂടി ഭാഗമാണ്. എന്തായാലും അതുകൂടി അദ്ദേഹം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.